മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് കേരളം തസ്കരമുക്തവും ബലാത്സംഗരഹിതവുമായിട്ടുള്ള ഒരു സംസ്ഥാനമായത്. ആയതല്ല കേട്ടോ, ആക്കിയതാണ് ബഹുമാനപ്പെട്ട ദ്വിമാറ മരമന്ന സർക്കാർ. മലയിറക്കി കൊണ്ടുവന്ന സ്വർണം ഒട്ടകനാട്ടിലേക്ക് കയറ്റുമതി ചെയ്തിട്ട് അവിടെ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലും ബിരിയാണി ചെമ്പിലും ഈന്തപ്പഴ പെട്ടിയിലുമൊക്കെയായി അമേരിക്കൻ ഡോളർ ഇറക്കുമതി ചെയ്യുക. അതുപോലെ ക്ഷേത്ര ഭണ്ഡാരങ്ങൾക്കൊപ്പം ഓട്ടുകിണ്ടികളും മൊന്തകളും ഉരുളികളും വിളക്കുകളും കക്കുക, നെയ്യും തേങ്ങയും ഒക്കെ മോഷ്ടിക്കുക, ബംഗാളികളെ കൊണ്ട് വ്യാജ പ്രസാദം നിർമ്മിച്ച് ദക്ഷിണ തട്ടുക, കൈക്കൂലിയൊക്കെ വാങ്ങിക്കൊണ്ട് ഭഗവാന്റെ ചെവിയിൽ രഹസ്യം പറഞ്ഞ് ഭക്തർക്ക് വരപ്രസാദം നേരിട്ട് സംഘടിപ്പിച്ചു കൊടുക്കുക. ഇമാതിരി കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും ഒക്കെ ചെയ്ത് ഇല്ലം പോറ്റിയിരുന്ന ഒരു തന്ത്രിയെ മന്ത്രം ചൊല്ലി തളച്ച് ജയിലിലാക്കിയപ്പോൾ കേരളം തീർത്തും തസ്കരമുക്തമായി. പ്രബുദ്ധ കേരളത്തെ വിറപ്പിച്ച കൊടും തസ്കര തന്ത്രജ്ഞനായിട്ടുള്ള തന്ത്രിയെ കെണിയിലാക്കിയതോടെ ഭൂഗോളത്തിലെ തസ്കരമുക്തമായിട്ടുള്ള ഏക ഭൂപ്രദേശമായി നമ്മുടെ നാട് മാറി. 2016 ബഹുമാനപ്പെട്ട മരമന്നൻ സത്യപ്രതിജ്ഞ ചെയ്തതോടെ കേരളത്തിലെ സകല കള്ളന്മാരും സഹ്യപർവ്വതം കടന്ന് രക്ഷപ്പെട്ടതാണ്. എന്നാൽ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ മറവിൽ തന്ത്രി തന്ത്രപൂർവ്വം തസ്കരവൃത്തി നടത്തി വരികയായിരുന്നു. പ്രബുദ്ധ കേരളത്തിലെ ഏക തസ്കരനായി തന്ത്രി അകത്തായതോടെ സ്വാഭാവികമായും കേരളം തീർത്തും തസ്കരമുക്തമായി മാറുമല്ലോ, സ്വാഭാവികം. അതുപോലെ 24 മണിക്കൂറും ഉദ്ധരിച്ച ലിംഗവുമായി ബലാത്സംഗ ദാഹത്തോടെ നടന്നിരുന്ന രാഹുലിനെ പിടിച്ച് ജെട്ടി ധരിപ്പിച്ച് ജയിലിൽ അടച്ചതോടുകൂടി സംസ്ഥാനം പൂർണ്ണമായും ബലാത്സംഗരഹിത പ്രദേശമാവുകയും ചെയ്തു. കരഞ്ഞ് കാലുപിടിച്ച് അനുവാദം വാങ്ങിയതിനു ശേഷം യുവതികളെ രാഹുൽ സമൂലം ബലാത്സംഗിക്കും. ഗർഭിണികളാകും വരെ രാഹുൽ ഇടതടവില്ലാതെ യുവതികളെ ബലാത്സംഗം ചെയ്യും. ഗർഭിണിയായെന്നറിയുന്ന നിമിഷം ലിംഗം കഴുകി കമഴ്ത്തിയിട്ട് ആശാൻ പിന്നെ ഭീഷണി പ്രസംഗം തുടങ്ങും. ഗർഭം പൂർണ്ണമായും അലസി എന്ന് കണ്ടാൽ ലിംഗവുമായി രാഹുൽ അടുത്ത യുവതി ബലാത്സംഗാസക്തിയോടുകൂടി അങ്ങനെ നീങ്ങും. അതായത് രാഹുലിന്റെ ബലാത്സംഗ യാചനയ്ക്ക് ഇരപ്പെടുക, അനുവാദം നൽകുക, ബലാത്സംഗത്തിന് വഴങ്ങുക, ഗർഭിണിയാവുക, ഭീഷണിക്ക് വിധേയപ്പെടുക, ഗർഭം അലസിപ്പിക്കുക, അരപതിറ്റാണ്ട് കാലം ട്രോമയിൽ കഴിയുക, ശേഷം പരാതിയുമായി രംഗത്തു വരിക. ഇതാണ് രാഹുലിയൻ അതിജീവിതകളുടെ ശരാശരി ജീവിതചക്രമെന്നാണ് ചരിത്രം പറയുന്നത്. എന്തായാലും തന്ത്രി അകത്തായ തക്കം നോക്കി ഇമെയിൽ വഴി വിദേശത്തു നിന്ന് രാഹുലിനെതിരെ പരാതി നൽകാൻ ഒരു യുവതി തയ്യാറായതുകൊണ്ട് പാതിരാത്രി തന്നെ രാഹുലിനെ പിടിച്ച് ജെട്ടി ധരിപ്പിക്കാനും ജയിലിലിടാനും സാധിച്ചു. അതോടെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിന് പ്രബുദ്ധ കേരളം തസ്കരമുക്തവും ബലാത്സംഗരഹിതവുമായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറിയതല്ല കേട്ടോ, മാറ്റിയതാണ് ബഹുമാനപ്പെട്ട ദ്വിമാറ മരമന്ന സർക്കാർ. ഇങ്ങനെ ഒരു കേരളത്തിൽ ജീവിക്കാനാണ് ഈ പോങ്ങൻ ആത്മാർത്ഥമായും ആഗ്രഹിച്ചത്. തസ്കരമുക്തവും ബലാത്സംഗരഹിതവുമായിട്ടുള്ള ഒരു കേരളത്തെ വാർത്തെടുത്ത ഇടതു സർക്കാരിന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനങ്ങൾ പോകാൻ അറിയിക്കുകയാണ്. ലോകാവസാനം വരെ പ്രബുദ്ധ കേരളത്തെ ഇടതുപക്ഷം തന്നെ ഭരിക്കണമെന്നാണ് ഈ പോങ്ങനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ആക്കിയതല്ല, വളരെ ആത്മാർത്ഥമായിട്ട് പോകാൻ പറഞ്ഞതാണ്. തന്ത്രിയുടെ തസ്കരാസക്തിയെ തളയ്ക്കാനും രാഹുലിന്റെ ഗർഭചിത്രാസ്പദമായിട്ടുള്ള ആ ബലാത്സംഗ ദാഹത്തെ ശമിപ്പിക്കാനും ഇടതുപക്ഷത്തിനെ സാധിക്കൂ എന്ന് പോങ്ങനിപ്പോൾ വളരെ ആത്മാർത്ഥമായി തിരിച്ചറിയുന്നുണ്ട്. തന്ത്രി ഇനി കക്കാൻ കയ്യും രാഹുലിനി ബലാത്സംഗിക്കാൻ ലിംഗവും പൊക്കാതിരിക്കണമെങ്കിൽ സഖാക്കളുടെ കരങ്ങൾ ആകാശത്തിലേക്ക് ഉദ്ധരിച്ചുയർന്നു നിൽക്കേണ്ടത് എന്തുകൊണ്ടും അത്യാവശ്യമാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭാവിയിൽ രാഹുല ലിംഗരായ മനുഷ്യർ ജനിക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു അഭിപ്രായം കൂടി പോങ്ങനെ പങ്കുവയ്ക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സഖാക്കൾക്കായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആ സാങ്കേതിക വിദ്യ പുരുഷ സമൂഹത്തിന് ഒന്നാകെ പ്രയോജനകരമാകുന്ന നിലയിൽ പങ്കിടണം എന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥന കൂടി പോങ്ങൻ ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കാനുണ്ട്. അതായത് ബലാത്സംഗം, പീഡനം എന്നിവയുടെ ഒന്നും പരിധിയിൽ വരാത്ത വിധം ഭോഗസൗഹാർദ്ദമായ നിലയിൽ വനിതകൾക്ക് നേരെ ലിംഗമെടുക്കാൻ സഹപുരുഷന്മാരെ സഖാക്കൾ പരിശീലിപ്പിക്കണം. തീവ്രത കുറഞ്ഞ പീഡനത്തിന്റെ പേറ്റന്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതര പാർട്ടികളിലെ പുരുഷന്മാരുടെ ഉഭയസമ്മത പ്രകാരമുള്ള ഭോഗം പോലും കാലപ്പഴക്കം ചെല്ലുമ്പോൾ പീഡനമായും ബലാത്സംഗമായും ഒക്കെ പരിണമിക്കുന്നത്. അതുകൊണ്ട് തീവ്രത കുറഞ്ഞ നിലയിൽ വേഴ്ചാവൃത്തിയിൽ ഏർപ്പെടാൻ വേണ്ടുന്ന ഉദ്ധാരണ പരിചയവും ഭോഗപാകതയും പുരുഷ ലിംഗങ്ങൾക്ക് പകരാൻ വേണ്ടുന്ന പരിശീലനം കേരളീയ പുരുഷന്മാർക്കിടയിൽ സഖാക്കൾ ആരംഭിക്കണമെന്നൊരു അഭ്യർത്ഥന പങ്കുവച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമില്ലാത്തവർ തീർച്ചയായിട്ടും അൺസബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കാശുള്ളവർ ചാനലിൽ ജോയിൻ ചെയ്ത് പോങ്ങന്റെ സ്വന്തം പോറ്റിമാരാവുക. കേരളം തസ്കരമുക്തമായതുകൊണ്ട് കക്കാൻ പറ്റില്ല പോങ്ങന്. അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തതുകൊണ്ട് അതിദരിദ്രനായി തുടരുന്നത് സംസ്ഥാന വിരുദ്ധ കുറ്റവുമാകും, അകത്താവും, പെട്ടുപോകും. അതുകൊണ്ടാണ്
പോങ്ങൻ ഒരു സൈബർ തെണ്ടിയാവുന്നത്. നിങ്ങൾക്കറിയാം, കമ്മികളും സുടുക്കളും ഒന്നും പോങ്ങനെ പണ്ടേ കാണാറില്ല. കൊങ്ങികൾ കുറച്ചു കാലം മുന്നേ പിണങ്ങിപ്പോയി, കൂട്ടത്തോടെ പിണങ്ങിപ്പോയി. അതുപോലെ തന്നെ മറുനാടനെ വിമർശിച്ചെന്ന് പറഞ്ഞ് ഷാജഭക്തർ പോങ്ങനെ ഉള്ളി ചുട്ടു പ്രാകിയിട്ട് അവരുടെ പാട്ടിനും അവർ പോയി. സംഘികൾക്കിപ്പോൾ അവരുടെ സ്വന്തം യൂട്യൂബ് താരങ്ങൾ ധാരാളമായിട്ടുണ്ട്. പോങ്ങന്റെ അതിവൈകാരിക സാഹിത്യം അവർക്കിപ്പോൾ തീരെ ദഹിക്കുന്നില്ല, മുഷിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് സംഘികൾ അർപ്പിത ബുദ്ധിയോടെ പോങ്ങനെ അവഗണിക്കുകയാണ്. അതിലെനിക്ക് അവരോട് പരിഭവമില്ല, പരാതിയില്ല. കാരണം ഞാൻ പറയുന്നത് അവർക്ക് പലതും മനസ്സിലാവുന്നുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കമ്മി, കൊങ്ങി, സുഡു, സംഘി, മൂരി ഈ ജാതിയിലൊന്നും പെടാത്ത മലയാളികൾ എണ്ണത്തിൽ വളരെ കുറവുമാണ്. ഉള്ളവരിൽ തന്നെ മിക്കവർക്കും പോങ്ങനെ അറിയുകയുമില്ല. ഞാനൊരു സുപ്രസിദ്ധനല്ലോ. ആയ കാലത്ത് കുറച്ച് PR വർക്കിലൂടെ കുറെയൊക്കെ സുപ്രസിദ്ധി ഉണ്ടാക്കി വെക്കണമായിരുന്നു. ഒരു ഇടത്തരം സാംസ്കാരിക നായകനെങ്കിലും ആയിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. പോട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് പിന്നെ എങ്ങനെ പോങ്ങനെ കാഴ്ചകളിലൂടെ അതിജീവിക്കാനുള്ള കാശ് കിട്ടുമെന്നാണ്. എങ്ങനെ കിട്ടാനാ? കണ്ടമാനം ദൈവങ്ങളുള്ള കൂട്ടരാണല്ലോ ഹിന്ദുക്കൾ. പോങ്ങനും ഒരു ഹിന്ദുവാണ്. എനിക്കാണെങ്കിൽ കുറെ ദൈവങ്ങളുമായി വളരെ അടുത്ത സൗഹൃദവുമുണ്ട്. എന്നിട്ടും ഒരൊറ്റ ദൈവം പോലും പോങ്ങന്റെ സ്വപ്നത്തിൽ വരുന്നില്ല. ഒരു ദൈവമെങ്കിലും സ്വപ്നത്തിൽ വന്നിരുന്നുവെങ്കിൽ എനിക്കിങ്ങനെ തെണ്ടേണ്ടി വരില്ലായിരുന്നു. സ്വപ്നത്തിൽ വരുന്ന ദൈവത്തെ വിറ്റ് ഞാൻ ജീവിച്ചേനെ. പക്ഷേ സ്വപ്ന ദർശനം പകരാൻ ദൈവങ്ങൾ പോലും തയ്യാറല്ല. ഈ അടുത്ത കാലത്ത് ചില ഹൈന്ദവ ദൈവങ്ങൾക്ക് ഇങ്ങനെ ഭക്തരുടെ സ്വപ്നത്തിൽ ചെല്ലുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ സ്വപ്നത്തിൽ ചെന്നവരൊക്കെ വളരെ നല്ല നിലയിലാണെന്നാണ് പറയുന്നത്. പോങ്ങനത് സാധിക്കുന്നില്ല, അങ്ങനെയും സാധിക്കുന്നില്ല. സ്വാഭാവികമായും ഉപജീവിക്കാൻ തെണ്ടാതെ മറ്റു മാർഗമൊന്നുമില്ല എന്നതാണ് സ്ഥിതി. അതുകൊണ്ട് കണ്ടമാനം കാശുള്ളവർ ചാനലിൽ ജോയിൻ ചെയ്യണം. പോങ്ങന്റെ പോറ്റിമാരാവണം. നിർന്നാണം പോങ്ങൻ പറയുകയാണ്, നിങ്ങൾ എൻ്റെ പോറ്റിമാരാവണം. നിർത്തുന്നു. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ, അല്ലേ? വളരെ സന്തോഷം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും സ്നേഹം. ടാറ്റ.